ഇരിക്കണോ? താങ്ക് യു സർ. ഇന്നത്തെ സ്വീകരണം ഗംഭീരമാണ്. അല്ല, നമ്മുടെ ഒരു സ്റ്റാഫ് പോലും അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല സർ, ജുവലറിയുമായി ബന്ധപ്പെട്ട ആരുമില്ല. കുറച്ചു നാൾ കൂടി എനിക്കിങ്ങനെ ഇരുട്ടത്ത് നിൽക്കേണ്ടി വരും. ഞാൻ വെളിച്ചത്ത് വരുന്നത് വരെ കമ്പനിയുടെ MD എന്റെ ബിനാമിയായ താൻ തന്നെയായിരിക്കണം. പിന്നെ ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? മകളല്ലേ സർ, ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ, മകളാണ്. ഞാൻ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പിന്നെ ആകെ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് എന്റെ മോളുമായിട്ട്. അതും മോൾ അയർലൻഡിൽ പഠിക്കാൻ പോയതിനു ശേഷമാണ് ഞങ്ങൾ ബന്ധം പുതുക്കിയത്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ദുബായിൽ മൂർത്തീസ് ജുവലറിയെ തറപറ്റിച്ചതുപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിനകത്തും അവരെ തകർത്തെറിയാൻ പോവുകയാണ്. അനന്തപുരിയിലെ അനന്തമൂർത്തി ബുദ്ധിമാനായ ബിസിനസ്സുകാരനാണ്. പക്ഷേ ആ ബുദ്ധിക്ക് ക്ഷതം സംഭവിച്ച സമയമാണിത്. ഇപ്പോ അയാൾക്കൊപ്പം എത്തിയില്ലെങ്കിലും അതിനടുത്തെത്തുന്ന കൊച്ചുമോനാണ് മൂർത്തീസ് ജുവലറിയുടെ MD. അവനെ ഗൾഫിൽ തിളയ്ക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല. ആ പിഴവ് ഇനി സംഭവിക്കരുത്. അത് സാർ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തോളാം. നമ്മുടെ ഒരു ജീവനക്കാരൻ പോലും തനിക്ക് മുകളിൽ ഒരാളുണ്ടെന്ന കാര്യം അറിയാനേ പാടും. ഞാനിവിടെ വിസിറ്റ് ചെയ്യുമ്പോ രഹസ്യമായി കാണാൻ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ താൻ റെഡിയാക്കിയിരിക്കണം. ആയിക്കോട്ടെ സർ. ശരി. ഓക്കെ. മോള് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവില്ലേ? അതെ. ആരും അറിഞ്ഞിട്ടില്ലല്ലോ മോളുടെ ഈ വരവ്? വരുമെന്നറിയാം, എപ്പോഴാണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ AN ജുവലറി, എന്റെ അർത്ഥം എന്താണെന്ന് മോൾ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. A for അബി ആൻഡ് അവന്തിക. N for അച്ഛന്റെ പേര് നാഗേന്ദ്രൻ. എന്റെ പേര് മാത്രമല്ല, നബിയുടെ പേരും അതിലുണ്ട്. എന്തിനാ അവളുടെ പേര് കൊടുക്കുന്നത്? അവളെ അഭിയേട്ടന് ഇഷ്ടമല്ല, അമ്മയ്ക്കും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ ഗതികേടുകൊണ്ടാ അവളെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എല്ലാം എനിക്കറിയാൻ മോളെ. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം AN ജുവലറിയുടെ MD ഞാനാണെന്ന രഹസ്യം നബി അറിയും. ആ സമയത്ത് AN ജുവലറിയുടെ N നബിയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള മതിപ്പ് എന്തായിരിക്കും? 1 മുഴവൽ 10 മുഴം മുമ്പേ അറിഞ്ഞാണ് ഞാൻ കളം പിടിക്കുന്നത്. അനന്തപുരി തറവാട്ടിലെ എന്റെ അവസാന ദിവസങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല എനിക്കുണ്ടായിരിക്കും. അന്നത്തെ എന്റെ ദിവസങ്ങള് അനന്തമൂർത്തിക്കും അയാളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വരണം. അതൊരു തപസ്സായിട്ടാ മോളെ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അനന്തപുരിക്കാര് ഇനി കാണാൻ പോകുന്നത് മോളുടെ മറ്റൊരു മുഖമായിരിക്കണം. നിന്നെ അവിടെ ഉള്ളവർ ഇഷ്ടപ്പെടണം, താലോലിക്കണം. അതിനുശേഷം നമുക്ക് അവരുടെ തകർച്ച പൂർണ്ണമാക്കാം. എന്നാ ഞാനിങ്ങോട്ട് പോയിക്കോട്ടെ അച്ഛാ. അച്ഛൻ കുറച്ചു ദിവസം കൂടെ ഇവിടെ കാണാം. ഇടയ്ക്ക് നമുക്ക് കാണാം. പിന്നെ ഒരു വലിയ വിസ്മയം, നമുക്ക് നല്ലതും അനന്തപുരിക്കാർക്ക് ദോഷവും വരുന്ന ഒരു വലിയ സംഭവം ഉടനെ നടക്കുമോളെ. അതാ കുടുംബത്തിന്റെ തായ്വേരറക്കും. എല്ലാം കാത്തിരുന്ന് നമുക്ക് കാണാം. ശരി അച്ഛാ, പോയിട്ട് വരാം. നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു പിടിക്കണം. അവിടെ ആ പഴയ നാഗേന്ദ്രൻ, അനന്തപുരിയിലെ അനന്തമൂർത്തി. അത് അവന്തികയല്ലേ? അമ്മേ, അവന്തിക എത്തി. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോന്നോ? എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പോന്നത്? ആര് പറഞ്ഞു മുന്നറിയിപ്പില്ലെന്ന്? ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ. ഓ, നിന്റെ അമ്മയുടെ കാര്യല്ലേ? അവള് പറയേണ്ട നല്ല കാര്യങ്ങളൊന്നും പറയില്ല. ആ എഴുതി, കുഞ്ഞിന് സുഖാണോ? ഇപ്പൊ അമ്മയ്ക്ക് സുഖാണ്. കുഞ്ഞിന്റെ കാര്യം അറിയില്ല. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ സുഖാണെന്നാ പറയുന്നത്. ആ നോക്കി, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇവിടുന്ന് പോയാളൊന്നുമല്ല, കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ മോളെ? അതെ അതെ, കുറച്ച് ഹൈറ്റും തോന്നുന്നുണ്ട്. പിന്നെ MBA അല്ലേ കഴിഞ്ഞിരിക്കുന്നത്. അമ്മയുടെ കാര്യം അറിയാലോ. അവൻ കമ്പനിക്ക് ഒരു അസറ്റേ അല്ല. കമ്പനിയെ തളർത്താനാ അവൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താ, ഏട്ടൻ കമ്പനിന്ന് പുറത്തായില്ലേ? ഞാൻ നമ്മുടെ ബിസിനസിന്റെ ഭാഗമാവുകയാണെങ്കിൽ ആദർശ് ഏട്ടനെയും അനിയേട്ടനെയും പോലെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ. ഏട്ടനെ പോലെ എനിക്ക് സ്വാർത്ഥത ഇല്ലമായി. ഏട്ടത്തെ പോലെ കമ്പനിയെ സ്നേഹിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ആ എന്നാ പിന്നെ ഞാൻ പോയി എല്ലാരും ഒന്ന് കാണട്ടെ. ശരി. പുറത്തൊക്കെ പോയി പഠിച്ചതിന്റെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു അവൾക്ക്. അഭിയെ അനുകരിക്കാതിരുന്നാ മതിയമ്മേ. അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു നല്ല ഭാവി ഉണ്ടാവും. അമ്മേ, കുഞ്ഞാറ് പൊളി കിട്ടിയോ? സാധാരണ കുട്ടികൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോ നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. എന്റെ മോളങ്ങ് സ്മാർട്ട് ആയല്ലോ. അതെ, എല്ലാ അർത്ഥത്തിലും ഞാൻ സ്മാർട്ടായി. പുറമേ മാത്രമല്ല, എന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയമ്മേ. മാറിയെന്ന് പറഞ്ഞാ ഇവിടുന്ന് പോകുമ്പോ ഏട്ടനെ അമ്മയെ അനുസരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് സ്വത്തിനോടും പണത്തിനോടും ഒന്നും ഒരു താല്പര്യമില്ല. അത് അയർലൻഡിൽ പഠിച്ചതിന്റെ ഗുണമാ. മോളെ, എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇവിടെ ഉള്ളവരോട് അതൊന്നും പറയരുത് കേട്ടോ. ഇവിടെ ആൺകുട്ടികളുടെ കല്യാണം ഇതുവരെ നടന്നിട്ടുള്ളൂ. അതിനുശേഷം ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന കല്യാണം നിന്റെയാണ്. ആ കല്യാണം ആർഭാടമായിട്ട് തന്നെ നടത്തണം. 10,250 പവനും ഒരാഡംബര കാറും ഒക്കെ നിനക്ക് കിട്ടണം. എനിക്കിനി അത്തരം മോഹങ്ങളൊന്നും ഇല്ലമ്മേ. സ്വത്തും പണം ഒന്നും മോഹിക്കാത്ത ഒരാളെന്നെ കെട്ടണമെങ്കിൽ കെട്ടിയാ മതി. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് കല്യാണത്തോട് ഏത് പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള? എനിക്ക് തീരെയില്ല. ഇത് വല്ലാത്തൊരു മാറ്റമാണല്ലോ. എന്നും പിന്നെ അമ്മയും ചേട്ടനെയും പോലെ അടിമുടി അത്യാഗ്രഹമായിട്ട് നടന്നാ മതിയോ? അയർലൻഡിൽ പോയി കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴേ എന്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയെന്ന് കരുതിക്കോ. ഇനി അമ്മയായാലും ഏട്ടനായാലും തെറ്റ് ചെയ്താ അത് ഞാൻ മുഖത്ത് നോക്കി അങ്ങ് പറയും. എനിക്കിനി പഴയ അവന്തിക ആവാൻ പറ്റില്ല. ഇത് പുതിയ അവന്തികയാ. അനന്തമൂർത്തി മുത്തശ്ശന്റെ പാരമ്പര്യം അതേപടി കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുത്തശ്ശന്റെ കൊച്ചുമോള്. ഇവക്ക് എന്താ പറ്റേ? വല്ലാത്തൊരു മാറ്റം. പഴയ ആളെയല്ല. സ്വർണത്തിന്റെ വിലക്കയറ്റം, വേൾഡ് വാറിന് സാധ്യത, എല്ലാം ഒരു പ്രതിസന്ധിയാ സൃഷ്ടിക്കുന്നത്. അല്ല, മുത്തശ്ശൻ എന്തിനാ തനിയെ സംസാരിക്കുന്നേ? മോളെത്തിയോ? മാർക്കറ്റ് മൊത്തത്തിൽ പ്രതിസന്ധിയിലാ മോളെ. അത് നമ്മളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇനിയും കാര്യമായി ബാധിക്കും. അതിനുള്ള നീക്കങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. ആദർശേട്ടനല്ലേ ഇപ്പൊ തലപ്പത്ത്. എത്ര താഴേക്ക് പോയാലും ആദർശേട്ടൻ അവിടുന്നെല്ലാം കമ്പനിയെ മുകളിലേക്ക് കൊണ്ടുവരില്ലേ? പോരാത്തതിന് ഇപ്പൊ ആദർശേട്ടന്റെ ഭാര്യയായിട്ട് വന്ന ആള് നമ്പർ 1 ഡിസൈനർ കൂടിയല്ലേ?
അവൻ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന കൊച്ചുമോനാ. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. മോളുടെ ആങ്ങളെ കമ്പനിയിൽ നിന്ന് മൊത്തത്തിൽ പുറത്താക്കി. അതിന്റെ ഒരു വേദനയും പരിഭവമൊക്കെ നിന്റെ അമ്മയ്ക്കുമുണ്ട്. അതിനൊക്കെ മോൾ ഒരു പരിഹാരമാകണം. അഭിയൊഴിച്ച് ഈ വീട്ടിലെ എല്ലാ കൊച്ചുമക്കളും MBA-കാരാണ്. കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ആദർശെല്ലാം കൂടെ അള്ളി പിടിച്ചുകൊണ്ടിരിക്കില്ല. ഇപ്പൊ എനിക്ക് കൊടുത്ത പോലെ തന്നെ മോക്കും ഒരു പാട്ട് തരും. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധിയെ അതിജീവിച്ചേ പറ്റൂ. അതൊക്കെ ശരിയാവും മുത്തശ്ശ. എന്റെ ഏട്ടനെ കമ്പനിയിലോട്ട് അടുപ്പിക്കാതിരുന്നാ മതി. ബാക്കിയൊക്കെ ആദർശേട്ടനും അനിയേട്ടനും പിന്നെ എന്റെ അമ്മാവന്മാരും കൂടി ഓക്കെ ആക്കിക്കോളും. ഇപ്പൊ അഭിയോട് മോക്ക് പഴയ മതിപ്പില്ല അല്ലേ? മുൻപും മതിപ്പില്ല മുത്തശ്ശ. പിന്നെ എന്റെ സ്വന്തം ഏട്ടനായി പോയില്ലേ, അതുകൊണ്ട് തീർത്തും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇനി പക്ഷെ മുത്തശ്ശൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കാൻ പോവാ. കുടുംബത്തും ബിസിനസ്സിലും ആര് ബാധ്യതയായാലും അവരെ സ്നേഹിക്കാൻ ഇനി എന്നെ കിട്ടില്ല. മോളുടെ വാക്കും പ്രവൃത്തി ഒന്നിച്ചു വന്നാൽ കമ്പനിക്ക് നല്ലൊരു ജീവനെ കിട്ടും. പെട്ടെന്നൊന്നും ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. കുറച്ചു ദിവസം ഫ്രീ ആയിട്ട് നടക്കട്ടെ. അപ്പൊ ശരി മുത്തശ്ശ. നന്നായി തല പോയിക്കുന്നുണ്ടല്ലേ. എത്ര ചിന്തിച്ചിട്ടും ഗൾഫിൽ നമുക്ക് പിടിവിട്ട് പോയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. AN ജ്വല്ലറിയുടെ MD ഒരു ഡേവിഡാണ്. അയാളെ നമുക്ക് മുൻപരിചയമില്ല. അങ്ങനെ ഒരാളുമായിട്ട് നമുക്ക് ഒരു ശത്രുതയില്ല. എന്നിട്ട് അയാൾ എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട് കളി കളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അയാളൊരു കുറുക്കനാണെന്ന കാര്യം ഉറപ്പാ. അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിലെ ഒരു പെൺകുട്ടിയെ മോഡലാക്കാൻ അയാൾ തീരുമാനിക്കില്ലല്ലോ. അത് അവർക്ക് ഒരുപാട് മൈലേജ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അനന്തപുരത്തിയുടെ കൊച്ചുമോള് AN ജ്വല്ലറിയുടെ മോഡല്. അതാ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. അച്ഛാ, അത് ചെറിയ ക്ഷീണമൊന്നുമല്ല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ പൊളിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ പൊളിച്ചു കളഞ്ഞാല് നമുക്ക് നേട്ടമൊന്നും ഉണ്ടാവില്ല അച്ഛാ. അതെ, ധർമ്മയുദ്ധം നടത്തി എതിരാളികളെ ഇല്ലാതാക്കിയിട്ട് പോലും രാജാക്കന്മാർക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് നവ്യെ വെറുതെ കൊലയ്ക്ക് കൊടുക്കണ്ട. അവളാണെങ്കിൽ പ്രതികാര ചിന്ത കൂടുതലുള്ള പെൺകുട്ടിയാ. സത്യങ്ങൾ അറിഞ്ഞാല് അവിയെ വെട്ടിക്കൊന്നിട്ട് അവളും മരിക്കുമെന്ന കാര്യം ഉറപ്പാ. എനിക്കിപ്പോ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. മുത്തശ്ശന്റെ ടെൻഷൻ ഒന്ന് കുറച്ചു കൊടുക്കണം. എന്നെ 100% മുത്തശ്ശന് വിശ്വാസമാണെങ്കിൽ ഇപ്പൊ അതിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നൊരു സംശയം. അത് സംശയമല്ല, സത്യമാണ്. ഞാനും അജയനും നിന്നോട് നാഴിക്ക് 40 വട്ടം അതേപ്പറ്റി തന്നെയല്ലേ പറയുന്നത്. ബിസിനസ്സിൽ നീ കാരണം ഒരു താഴ്ച ഉണ്ടായാൽ പിന്നെ നിനക്ക് പകരം ഒരാളെ കണ്ടെത്തണമെന്നേ അച്ഛൻ പറയൂ. അവിടെ പിന്നെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല. അജയനും എനിക്കും പല പാളിച്ചയും പറ്റിയിട്ടുണ്ട്. അതൊന്നും മക്കളാണെന്ന് കരുതി ക്ഷമിച്ചിട്ടില്ല അച്ഛൻ. പക്ഷേ നിന്നെ മൂർത്തി ഗ്രൂപ്പിന്റെ പടിയിറക്കി വിടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കുടുംബത്തിന് തന്നെ താളം തെറ്റിക്കും. മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 0% മേക്കിംഗ് ചാർജ് എന്ന പരസ്യമായിട്ട് AN ജ്വല്ലറി സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഷെയർ വിറ്റിട്ട് പലരും ബൾക്കായിട്ട് AN ജ്വല്ലറിയുടെ ഷെയർ വാങ്ങുന്നുണ്ട്. അത് അവർക്ക് പെട്ടെന്ന് ഒരു കുതിച്ചാട്ടം ഉണ്ടാക്കിയത്. യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് മറ്റുള്ളവരുടെ കണ്ണ് തള്ളുന്ന രീതിയിൽ അവർ കയറി പോകുന്നത്. സാഹചര്യം ഒട്ടും അനുകൂലമല്ല മോനെ. അത് നീ മനസ്സിൽ വെച്ചാൽ മതി. ഈ ഡേവിഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാനും അജയനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആ വഴിക്കാണ് ഞങ്ങളുടെ യാത്ര. നീ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നയനമോൾ അമ്മയാകാൻ തയ്യാറെടുക്കുന്നുണ്ട്. മോളെ ഇനി കൂടുതൽ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല. മോള് വീട്ടിലിരുന്ന് അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്തോട്ടെ. പക്ഷേ കമ്പനിയിൽ ബ്രില്യന്റ് ആയിട്ടുള്ള ഡിസൈനേഴ്സിനെ അത്യാവശ്യമാണ്. ട്രഡീഷണൽ ഡിസൈൻ കൊണ്ടാണ് നമ്മൾ ഒന്നാമത് എത്തിയത്. അതിലേക്കാണ് AN ജ്വല്ലറിയും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഇന്ന് ഞാൻ കുറച്ച് ഓവറാണോടാ? അല്ല, എന്തോ ഓവറാണോന്ന്? നീ ഒരു മോഡലാ. അതുകൊണ്ട് ഒരു മോഡലിന് കുറച്ചുകൂടെ മോഡേൺ ആവാം. അതിലിപ്പോ എന്താ അത്ര കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിന്റെ അനുവാദം മാത്രം ചോദിച്ചാൽ മതി. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വേഷിട്ടോണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. നിന്നെ ഡിമാൻഡ് ചെയ്യുന്ന AN ജ്വല്ലറിക്കാർ വിളിച്ചോണ്ടിരിക്കുക. അതത്ര നിസ്സാരമായിട്ട് നീ കാണരുത്. അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ ഡ്രസ്സിങ്ങും അതുപോലെ നമ്മുടെ സംസാരവും ഒക്കെ. നിന്റെ അനിയത്തി ഡിസൈനിങ്ങിൽ വലിയ പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ പേരാണ് നിനക്കിനി വരാൻ പോകുന്നത്. അവരുടെ ഡിസൈന് വലിയ ഡിമാൻഡ് ആയിരിക്കും. പക്ഷെ എന്ന് വെച്ച് ഡിസൈൻ ചെയ്തവരെ മറ്റുള്ളവരെ തിരിച്ചറിയണമെന്നൊന്നുമില്ല. പക്ഷെ ആ സമയം അതുപോലല്ല. ഒരു മോഡലിന്റെ കാര്യം അവളെ എല്ലാവരും തിരിച്ചറിയും. കഴിഞ്ഞ ദിവസം നമ്മള് സിനിമയ്ക്ക് പോയപ്പോ നീ കണ്ടില്ലായിരുന്നോ? തിയേറ്ററിൽ നീ അങ്ങ് നിറഞ്ഞു നിൽക്കുമായിരുന്നു. സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോ സെൽഫി എടുക്കാനായിട്ട് എത്ര പേരാ വന്നത്. സത്യം പറയാലോ, വലിയ വലിയ ജ്വല്ലറികളുടെ മോഡലുകൾക്ക് സിനിമാ താരങ്ങളെക്കാൾ വലിയ പബ്ലിസിറ്റിയാണ്. അതെ അതെ, അങ്ങനെ 10 പേര് അറിയണമെന്ന് എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, കോളേജിലൊക്കെ വെച്ച് ഞാൻ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുമായിരുന്നു. എന്തായാലും ഈശ്വരനായിട്ടാ അതിനൊരു മാർഗം എനിക്ക് കാണിച്ചു തന്നത്. എന്നാ നീ വാ. അല്ല, നീ വെക്കോ, ഞാൻ അങ്ങോട്ട് വന്ന് ശരിയാവത്തില്ല. അതെന്താ ശരിയാവാത്ത? അത് പിന്നെ ശരിയാവാത്തതുകൊണ്ട്. നീ ആരെയും ഭയക്കുന്നേ? നമ്മൾ ഇനി ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. നീ ഒരുപാട് ബാക്കിയുള്ളവരുടെ മുന്നിൽ വളഞ്ഞു നിന്നാലേ താന്നു പോകുന്നത് ഞാൻ കൂടിയാ. തെറ്റ് ചെയ്ത ഒരാളിപ്പോ വീണ്ടും നമ്മളെ കോമാളിയാക്കി. അയാളുടെ ഭാര്യയെ അമ്മയെ എല്ലാവരോടും ചേർന്ന് നിന്ന് അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന തിരിച്ചടി കൊടുക്കണം.